ശ്രീ എം വി സഞ്ജു, നിയമപാലനമാണ് പോലീസിന്റെ ഉത്തരവാദിത്വം. ഇവിടെ നിയമബാഹ്യമായ ഇടപെടൽ പോലീസ് നടത്തി, നിയമലംഘനം നടത്തി. എന്തിന് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ SI ജിനു എന്ന ആളുടെ ഏതെങ്കിലും തരത്തിലുള്ള മനോവൈകല്യം മാത്രമാണോ അത്? അതിനപ്പുറത്ത് ഈ ബാറിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടൻ ബാറിന്റെ പ്രൈവറ്റ് സെക്യൂരിറ്റി ഏജൻസിയുടെ പണിയെടുത്തു കൊടുക്കുകയാണോ അവിടെ പോലീസ്? ഇവിടെ ജിനു എന്ന് പറയുന്ന SI സ്വീകരിച്ച നിലപാടുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ സംഭവത്തെ തീർത്തും തള്ളിപ്പറയുകയും അതിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ നിലപാട്. ഇനി ബാറിൽ സംഘർഷം ഉണ്ടാകുമ്പോൾ പോലീസിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നേരെ ബാറിലോട്ട് വന്ന് അന്വേഷിക്കണം. അതിന് വേറെ റോഡിൽ കാണുന്ന നിരപരാധികളായ ആളുകളെ മർദ്ദിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അവിടെ നടന്ന സംഭവം എന്താണ്? ഒരു ട്രാവലറിലാണ് ഇവർ വന്നത്. 20ഓളം വരുന്ന ആളുകളുണ്ട്. അതിൽ ഈ വണ്ടി അവിടെ നിർത്തിയിടാൻ കാരണമെന്ന് പറയുന്നത് ഇതിലൊരാളെ കുമ്പഴ ഭാഗത്തേക്കുള്ള വീട്ടിലേക്ക് പോകേണ്ട ഒരാളാണ്. ആ കുടുംബത്തിൽ നിന്ന് ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി അവരവിടെ വെയിറ്റ് ചെയ്തതാണ്. അതിൽ 5 ആളുകൾ പുറത്തിറങ്ങി. 5 ആളുകളെ ക്രൂരമായി മർദ്ദിച്ച് തറയിലിട്ടിട്ട് ഈ പോലീസ് വണ്ടിയെ കയറി അങ്ങ് പോവുക ചെയ്തത്. ഈ ട്രാവലറിനകത്തിൽ മറ്റ് യാത്രക്കാരില്ലായിരുന്നെങ്കിലോ ആ സമയത്ത് അതിലെ നാട്ടുകാർ വന്നില്ലെങ്കിലോ ഇവരവിടെ റോഡിൽ കിടക്കത്തേ ഉള്ളൂ. അപ്പോൾ ആ സമീപനം പോലീസ് കാണിച്ചത് ക്രൂരത തന്നെയാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ശ്രീ രാജു പി നായർ ഇതിനോട് കൂട്ടിച്ചേർത്ത് ഈ പിണറായി സർക്കാരിൻ്റെ എല്ലാ കുഴപ്പമാണ് ഇതിനെല്ലാം കാരണമെന്ന് കുറേ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പോലീസിൻ്റെ ഒരു സ്വഭാവമുണ്ട്. പോലീസിൻ്റെ ഈ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നത് ദീർഘകാലം കേരളത്തിൽ അധികാരത്തിരുന്ന കോൺഗ്രസിൻ്റെ കാലത്ത്, കരുണാകരൻ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത്, ആ കാലത്ത് ജയറാം പഠിക്കൽ പോലെയുള്ള ഉദ്യോഗസ്ഥന്മാർ നടത്തിയ ക്രൂരമായ പീഡനങ്ങൾ, ഗരുഡൻ തൂക്കം ഉൾപ്പെടെയുള്ള ക്രൂരമായ മർദ്ദന മുറകൾ നടത്തിയ പോലീസാണ്. ആ പോലീസിനെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ജനമൈത്രി പോലീസാക്കി മാറ്റിയതും ജനങ്ങളുടെ സ്വത്തും ജീവനും ഒക്കെ സംരക്ഷിക്കുന്ന നിലയിലേക്ക് മാറ്റം പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്ന നിലയിലേക്കുള്ള പോലീസിനെ ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ ഗവൺമെൻറ്. ഇതിനേക്കാൾ ക്രൂരമായ മർദ്ദനവും അതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യപരമായ നടപടികളോ ഈ കുറ്റം ചെയ്ത പോലീസിനെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF മുൻപ് അധികാരത്തിരുന്ന കാലത്ത് ഈ കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇതിനേക്കാൾ മോശം എന്ന ഒരു ശ്രീ രാജു പി നായർ പറഞ്ഞത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ താങ്കൾ രാഷ്ട്രീയമായ മറുപടി പറഞ്ഞോളൂ, എനിക്കതിൽ പരാതിയില്ല. പക്ഷേ ശ്രീ സഞ്ജു, താങ്കൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഇയാളൊരു സ്ഥിരം കുഴപ്പക്കാരനാണ്. ഒരു സ്ഥിരം കുഴപ്പക്കാരനായി പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ പത്തനംതിട്ടയിലെ ജനങ്ങളെയും അതുവഴി പോകുന്ന ജനങ്ങളെയും ഇതുപോലെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആർക്കാണ്? ഇയാളൊരു സ്ഥിരം കുഴപ്പക്കാരനാണ്, സ്ഥിരം പ്രശ്നക്കാരനാണ്, ജനങ്ങളുടെ നെഞ്ചത്ത് കയറലാണ് ഇയാളുടെ തൊഴിലെങ്കിൽ എങ്ങനെ അയാൾ ആത്മവിശ്വാസത്തോടുകൂടി വീണ്ടും ഈ നിയമലംഘനങ്ങൾ ചെയ്തു എന്നൊരു പ്രശ്നമുണ്ട്. പഴയ ചരിത്രത്തിലേക്കൊക്കെ പോയി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയം പറയാം. അതല്ലല്ലോ ഇപ്പൊ വേണ്ടത്. അല്ല, പറഞ്ഞപ്പോൾ അതിന്റെ ഭാഗം മറുപടി പറഞ്ഞതേ ഉള്ളൂ. അതല്ലാതെ ഈ പോലീസിനെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഇത്തരം ക്രിമിനലുകൾക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്ന ഗവൺമെന്റ് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 108ഓളം വരുന്ന ഇത്തരത്തിലുള്ള പോലീസുകാരെ പിരിച്ചുവിട്ടു. ഏതെങ്കിലും കാലത്ത് കേരളത്തിൽ സർവീസിലിരുന്ന് ഇത്രയധികം പോലീസുകാരെ കൂട്ടത്തോട് പിരിച്ചുവിട്ടൊരു കാലമുണ്ടോ? ഒരു കാരണവശാലും പോലീസിനുള്ളിലെ ഇത്തരത്തിലുള്ള ക്രിമിനൽ വൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടല്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ കുറ്റക്കാർക്കെതിരെ അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ ആക്രമണത്തിനിരയായ കുടുംബത്തിനും ആ വന്നിട്ടുള്ള ആളുകൾക്കെല്ലാം നീതി ലഭ്യമാകണം. അതുകൂടെ നീതി ലഭ്യമാകുന്ന നിലയിലേക്കുള്ള നടപടി തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, അങ്ങനെ പത്തനംതിട്ടയിലെയും കേരളത്തിലെയും പോലീസിനെയും അങ്ങനെ ആക്ഷേപിച്ച് പോകാൻ കഴിയത്തില്ല ഇത്ര ഒറ്റപ്പെട്ട സംഭവത്തിൻ്റെ പേരിൽ. പത്തനംതിട്ടയിൽ മികച്ച നിലയിലുള്ള പ്രവർത്തനം തന്നെയാണ് ഈ സമീപകാലത്തുണ്ടായ പല കൊലപാതക കേസുകൾ, ഒരു തുമ്പ് പോലും ഇല്ലാത്ത കൊലപാതക കേസുകൾ നിരവധി തെളിയിച്ചിട്ടുള്ള മികച്ച പോലീസ് തന്നെയാണ് പത്തനംതിട്ടയിലുള്ളത്. അതുപോലെ തന്നെ ഒട്ടനവധി കാര്യങ്ങളിൽ ജനങ്ങൾക്ക് സേവനപരമായ പോലീസ് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ അതിലൊന്നും ആർക്കും തർക്കമില്ല. ഇവിടെ വളരെ സ്പെസിഫിക് ആയി നടന്ന ഒരു സംഭവം എങ്ങനെ അങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അതിലെ പ്രാഥമികമായ പ്രശ്നം. ഇവിടെ